നിങ്ങൾ ഈ കണ്ടത് 24-ലെ വാർത്താ അവതാരകരെയാണ്. സ്റ്റേജിൽ നർത്തകരായി കണ്ടതെല്ലാം നിങ്ങളുടെ മുന്നിലൊക്കെ എപ്പോഴും വാർത്തകളുമായിട്ട് ടെൻഷൻ അടിക്കാതെ വരുന്ന വാർത്താ അവതാരകരാണ്. അവർക്കൊരു വലിയ കയ്യടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ അന്വേഷിച്ചെന്ന് മനസ്സിലായി എനിക്ക്. നിങ്ങളെല്ലാവരെയും ഞാൻ കാണും. ഞാൻ നിങ്ങൾക്കിടയിലേക്ക് വരും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ പൊളിക്കും. അപ്പോൾ പൊളിക്കില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ചോളുക. നമ്മൾ ആ ചൂടിലായിരിക്കും നമ്മൾ വേദിയിലേക്ക് കയറുക. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, റെഡി. ഓക്കെ, താങ്ക് യു. ഹലോ, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്തൊരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക സാധാരണഗതിയിൽ അത് നടക്കാത്തൊരു കാര്യമാണ്. മെഡിമിക്സിലെ ശ്രീ എ വി അനൂപ് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുകയായിരുന്നു ഇനി അദ്ദേഹത്തിൻ്റെ ഉപഭോക്താക്കളുടെ ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് ഈ സംസ്ഥാന സമ്മേളനം? ഈ ടെലിവിഷനിൽ പ്രത്യേകിച്ച് 24-ലും ഫ്ലവേഴ്സിലും ഇതിൻ്റെ പ്രൊമോഷണൽ ട്രെയിലറുകൾ വന്നപ്പോൾ പല ആളുകളും ആലോചിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഒരു സംസ്ഥാന സമ്മേളനം. ചില ആളുകൾ വിചാരിച്ചു ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവാണെന്ന്. മറ്റു ചില ആളുകൾ പറഞ്ഞു വേറെ എന്തോ ഈ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടാനുള്ള തത്രപ്പാടാണ്. അതൊന്നുമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ. ഈ സംസ്ഥാന സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കുന്നത് ഉപഭോക്താക്കളും ഒരു മുതലാളിയും തമ്മിൽ എത്ര നല്ല ബന്ധമാണ് സാധാരണ വ്യവസായത്തിലുണ്ടാകുന്നത് പോലെ 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പ്രേക്ഷകർക്കെല്ലാവർക്കും ഒരു കുടക്കീഴിൽ ഒരു കുടുംബമായി മുന്നോട്ട് പോകാൻ കഴിയുമോ? വാർത്തകൾ കാണുന്നത് മാത്രമല്ല, പരിപാടികൾ ആസ്വദിക്കുന്നത് മാത്രമല്ല, മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒരു കാവലാളിനെ പോലെ ഈ വാർത്താ മാധ്യമത്തിൽ നിൽക്കാൻ കഴിയുമോ? ആ ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ഒരു 5 കൊല്ലം കൊണ്ട് ലോകമെമ്പാടുമുള്ള ഒരു കോടി മലയാളികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന 24 കണക്ട് എന്ന അതിബൃഹത്തായ ഒരു കാരുണ്യ പദ്ധതിക്ക് നമ്മൾ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഈ 24 കണക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദേശ നാടുകളിലൊക്കെ ഒരുപാട് മലയാളികൾ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് വെളിയിൽ ലക്ഷക്കണക്കിന് മലയാളികൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ എപ്പോഴും കേരളത്തോടാണ് അവർക്ക് താല്പര്യം. കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആത്മാവിൽ പോകുന്ന ഏറ്റവും വലിയ സത്യം. അപ്പം അവർക്ക് നമ്മളെ സഹായിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനും ഒക്കെ താല്പര്യമുണ്ട്. പലപ്പോഴും പക്ഷേ അവർ പറയുന്ന ഒരു പരാതി എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സഹായം അർഹമായ കരങ്ങളിൽ എത്തുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ കടന്നു പോകാൻ അവരുടെ കാര്യമായ ഒരു ഇടപെടൽ നമ്മൾ നടത്തുക. ആ ഇടപെടൽ നടത്തി കഴിയുമ്പോൾ അവരുടെ സഹായങ്ങൾ അർഹമായ കരങ്ങളിലെത്തുക. അധ്വാനിക്കുന്നവരുടെ കൂടെ നിൽക്കുക, ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ അണച്ചു നിർത്തുക, അവരെ കൈകോർത്ത് അവരൊറ്റയ്ക്കല്ല എന്ന് തോന്നലുണ്ടാക്കുക. ഇതൊക്കെ ഈ 24 കാരുണ്യ പദ്ധതിയുടെ ഏറ്റവും വലിയ സംഭവമാണ്. അപ്പോൾ 24 കണക്ട് മലയാളികളെ, ലോകമെമ്പാടുമുള്ള മലയാളികളെ കണക്ട് ചെയ്യാനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സംസ്ഥാന സമ്മേളനം കൊണ്ട്, അതായത് ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനം ഉണ്ടാകും. അതായത് ഈ കേരളത്തിലെ 14 ജില്ലകളിലും സമ്മേളനം ഉണ്ടാകും. അതുപോലെ വിദേശ നാടുകളിൽ നമ്മൾ സമ്മേളനം നടത്തും. പിന്നെ നമ്മൾ താലൂക്ക് സമ്മേളനം നടത്തും. അതുപോലെ തന്നെ നമ്മൾ വാർഡ് അടിസ്ഥാനത്തിലും സമ്മേളനം നടക്കും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ജ്യോതി ലാബിൻ്റെ മേധാവിയും ഒക്കെയായ നമ്മുടെ MP രാമേന്ദ്രൻ സാറൊക്കെ വന്നിട്ടുണ്ട്. സാർ ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം. സാറ് ഇപ്പോൾ എവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്? ഗുരുവായൂർ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു സാർ? അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. മെഡിമിക്സിൻ്റെ ശ്രീ എ വി അനൂപ് ഉണ്ടായിരുന്നു. താങ്കളോട് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. കാരണം താങ്കൾ വളരെ സ്ട്രെയിൻ എടുത്തത് വന്നതെന്നുള്ള വളരെ സന്തോഷം നമുക്ക്. ഞാൻ ചെന്നൈയിൽ നിന്ന് രാവിലത്തെ ഫ്ലൈറ്റിലാണ് പുറപ്പെട്ടത്. ഓക്കെ, താങ്ക് യു. ഒരു സമ്മേളനം നടത്താൻ സാധ്യതയുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. ഹായ് മിഥുൻ എത്തിയല്ലേ? മിഥുൻ ദുബായിൽ നിന്നായിരിക്കും അല്ലേ? നമുക്ക് പൊളിക്കാവുണ്ടെന്ന്. നമ്മുടെ ടിനി ടോമാണിത്. ഓക്കെ, ടിനി ഉണ്ട്. മൈക്ക് വർക്ക് ചെയ്യുന്നു ടിനി, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ടിനി, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സാറില്ല കണ്ടിട്ട് ടിനി. അത് സാറ് ഞങ്ങളെ വേറെ പ്രോഗ്രാം ഏൽപ്പിച്ചിരിക്കുന്നു, വേറൊരു സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ നമ്മുടെ സമ്മേളനത്തിലുടനീളം ടിനി ഉണ്ടാവണം. ഇന്ന് ടിനിയുടെ പാട്ട് പാടുന്നു കേട്ടു അല്ലേ? പൊളിക്കോ? ലാസ്റ്റ് പരിപാടി ഏറ്റവും അവസാനം നമുക്ക് പൊളിക്കാം.
ആ ഓക്കെ, എന്തായാലും ടിനി ഇരിക്കുക. നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ആളുകളുടെ ഇടയിലേക്കൊന്ന് നമ്മുടെ ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. ഇയാളെ ഓർമ്മയുണ്ടോ? നമ്മുടെ സുഗമദേവിയിലെ നായികയാണ്. നായിക എന്തെങ്കിലും പറയാനുണ്ടോ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്? ഒരുപാട് സന്തോഷം. ഇത്രയും പ്രേക്ഷകരുടെ മുമ്പിൽ വരാൻ സാധിച്ചതിലും നേരിട്ടിട്ട് കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് വഴികെ അറിയാം. നമ്മുടെ വിദേശ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കൾ എവിടെ നിന്നാണ് വന്നേ? വീട് മുളന്തുരുത്തിലാണ്, പക്ഷേ അമേരിക്കയിലാണ് താമസം. അമേരിക്കയിലാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ സഹായം നമുക്ക് വേണം. തീർച്ചയായും ഇല്ല, ഷോക്കില്ല. നിങ്ങൾ പോലെ നിർഭയമായി എല്ലാ പ്രക്ഷേപണം ചെയ്യുന്ന അവരുമായി ഇടപെടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് UK എന്നൊരു സുഹൃത്ത് വന്നിട്ടുണ്ട്. ഖജനാവ് കാലിയാകുന്ന പരിപാടിയാണ് നമ്മുടെ. ഇല്ല, കുഴപ്പമില്ല സാർ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വരാനും സാറിനോടൊപ്പമൊക്കെ വേദി പങ്കിടാൻ സാധിച്ചാൽ വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. താങ്കൾ ഇരിക്കുക. അപ്പോൾ നമ്മുടെ എവിടുന്നാണ് ഇങ്ങോട്ട് വന്നേ? ഞാൻ UK ലാണ്. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? എൻ്റെ ഹസ്ബൻഡ്. നന്നായി. അപ്പോൾ താങ്കളോ? ഞാൻ അമേരിക്കയിൽ നിന്നാണ്. ഈ ഇരിക്കുന്ന ആളിൻ്റെ ഹസ്ബൻഡാണ്, ഭാര്യ. അപ്പോൾ കുടുംബമായിട്ടാണ് വന്നതല്ലേ? അപ്പം ന്യൂയോർക്കിലൊക്കെ ഇത് അറിഞ്ഞു എന്നുള്ളത് നമുക്ക് സന്തോഷം. നമുക്ക് വീണ്ടും കണ്ടുമുട്ടണം. അപ്പം ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അർഷിൻ അക്കേക്കയാണ്. അർഷിനെയാണ് കുറച്ച് കാലം ലോകത്താരും കാണിക്കാത്തൊരു പരിപാടി ചെയ്ത് വയറ്റിൽ കത്രികയായി നടന്നു. അപ്പോൾ അതിൻ്റെ പോരാട്ടത്തിലാണ് അർഷിന. അപ്പോൾ അർച്ചനയും കൂടി ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അർച്ചന ഇരിക്കുക. എന്തെങ്കിലും പറയാനുണ്ടോ? 24 ആയിരുന്നു ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾക്കറിയാം, പല ആളുകളും പറഞ്ഞു അത് അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, വയറ്റിൽ എങ്ങനെ ഒരു കത്രിക അടക്കം. 12 സെന്റിമീറ്റർ അല്ലേ? 12 സെന്റിമീറ്റർ. എത്ര കൊല്ലം പോയി അങ്ങനെ? 5 വർഷം. 5 വർഷം പോയി. 5 കൊല്ലം. നിങ്ങൾ ആലോചിച്ചു, വയറ്റിലൊരു കത്രിക കുടുങ്ങി. മറന്നു വെച്ചാണ് കേട്ടോ, പുറത്തു വെക്കേണ്ട കത്രിക അകത്ത് വെച്ചു. ഓക്കെ അല്ലേ? അർച്ചന സുഖമായിരിക്കുന്നല്ലോ? 24 ഈ വാർത്ത പുറത്തു വിട്ടു എന്നുള്ളത് 24 അത് ആ പോരാട്ടത്തിന് അർച്ചനയ്ക്കൊപ്പം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അർച്ചനയ്ക്ക് ഇരിക്കാം. ഓക്കെ, എവിടുന്നാ വന്നത്? ഞങ്ങൾ മലപ്പുറം. മലപ്പുറത്ത് നിന്നല്ലേ? മലപ്പുറത്ത് എവിടെയാ? മലപ്പുറം മഞ്ചേരി. 24 അല്ലേ സ്ഥിരം കാണുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, ഞാൻ അന്വേഷിച്ചു പറയണം അമ്മയോട്. മലപ്പുറം അല്ലേ? യാത്രയൊക്കെ ബുദ്ധിമുട്ടായോ? അപ്പോൾ തിരിച്ചെങ്ങനെയാ പോകുന്നത്? ഞാൻ അതുകൊണ്ട് ചോദിക്കണമല്ലോ. ട്രെയിനിൽ പോകും അല്ലേ? നിങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. കണ്ടാ പറയത്തില്ല. അല്ലല്ല, അതല്ല ഞാൻ, അവർക്ക് ഭയങ്കര ക്ലാമർ. ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളിലേക്കൊക്കെ വരും. അപ്പോൾ നിങ്ങളുടെ ഒരു വലിയൊരു കയ്യടി നമുക്ക് വേണം. ഇവരൊക്കെ നമ്മുടെ ക്ലാസ്മേറ്റ്സ് ആണ് ഇവിടെ, പക്ഷേ ഇത് കാണാൻ വന്നവരാണ്. ഓക്കെ, അൽഫോൺസ്, സുരേന്ദ്രൻ. ഓക്കെ, വളരെ സന്തോഷം. നിങ്ങളൊക്കെ ഇരിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരും. വന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ 2 ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട്. നിങ്ങൾ പൊക്കളയരുത് കേട്ടോ. ഓക്കെ, നാം നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റേജിലേക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപക്ഷെ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, മനുഷ്യകാരുണ്യപരമായി നമ്മുടെ മലയാളി സമൂഹത്തെ പിടിച്ചു നടത്താൻ ഒരു വാർത്താ മാധ്യമം എന്ന നിലയിൽ 24 എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. ആദ്യം ഈ നമ്മുടെ ഈ സംസ്ഥാന സമ്മേളനം ഒരുപക്ഷെ ലോക ടെലിവിഷനിൽ എങ്ങും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം കൊച്ചിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തത്സമയ പരിപാടിയാണ് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് 24 പ്രേക്ഷക സംസ്ഥാന സമ്മേളനം? ഈ ഷോറീലിലൂടെ നിങ്ങളെ ഞാനത് ബോധ്യപ്പെടുത്താം. പ്ലീസ് പ്ലേ. വസന്തവും കാഴ്ചകളുടെ വസന്തവും നിലപാടുകളിലെ സത്യസന്ധതയും നെഞ്ചേറ്റി വാങ്ങിയ ഫ്ലവേഴ്സ് 24 പ്രേക്ഷകർ. അവർ ആദ്യമായി ഒത്തുചേരുന്നു ടെലിവിഷൻ കാഴ്ചകളിലെ പുതിയ ചരിത്രം രചിക്കുന്ന ഈ വേദിയിൽ. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം, ഇങ്ങനെ ഒരു ചുവടുവയ്പ് ടെലിവിഷൻ ചരിത്രത്തിലാദ്യം. ഇത്തരമൊരു ഒത്തുചേരൽ നിങ്ങളുടെ അനുഭവങ്ങളിലും ഇതാദ്യം. വരിക, ഹൃദയപൂർവ്വം സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, സമാനതകളില്ലാത്ത ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്ലവേഴ്സിന്റെ മടിത്തട്ടിൽ പിറന്ന 24ന്റെ ജൈത്രയാത്രയ്ക്ക് കരുത്തേകിയത് ലോക മലയാളികളുടെ കരുതൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ വിശദമായിട്ടൊക്കെ നമ്മുടെ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ അത് മനസ്സിലാകും. മാത്രവുമല്ല, പ്രക്ഷേപണം ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇതൊരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇന്ന് പ്രക്ഷേപിക്കാം. എന്നാൽ ജനമനസ്സുകളിൽ
ചിരപ്രതിഷ്ഠ നേടുവാനും അതിനുപരി ജനങ്ങളുടെ കണ്ണീരൊപ്പാനും കഴിയുന്നൊരു വാർത്താമാധ്യമമായി വഴിമാറുക എന്നുള്ള 24-ൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വവും അതിന് ഫ്ലവേഴ്സ് നൽകുന്ന പിൻബലവുമാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിക്കാൻ കാരണമായത്. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്കിതൊരു വലിയൊരു ഉത്തേജനമാണ്. നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം ചുവരെഴുത്തും ബക്കറ്റ് പിരിവിലൂടെയാണ് സംസ്ഥാന സമ്മേളനം നടത്തുക. ഇത് രണ്ടും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രവുമല്ല, ഈ സാധാരണ ഇപ്പോൾ കൊച്ചി പോലൊരു നഗരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്കൂട്ടത്തിനെ ഉണ്ടാക്കണമെങ്കിൽ കോടികൾ ചിലവാക്കിയാലും ആളുകൾ വരത്തില്ല, നിർബന്ധമായിട്ട് വീട്ടിൽ ഇരുന്ന് കളയും. അങ്ങനെ വാശി പിടിക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ നടുവിലേക്കാണ് ഇത്രയധികം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5000-ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരുപക്ഷെ ഈ സ്റ്റേഡിയത്തിന് താങ്ങാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇന്നും രജിസ്റ്റർ ചെയ്ത ആളുകൾ വരികയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അത്യാവശ്യം നിങ്ങൾ നമ്മുടെ കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ നമ്മുടെ ഈ ഫ്ലവേഴ്സിൻ്റെയും 24-ൻ്റെയും ബാഡ്ജ് ധരിച്ച് ആരോട് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സദാ നമ്മൾ സന്നദ്ധമായിരിക്കും.